യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യമാണ് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. യാക്കോബ് ഗൃഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. പ്രവാചകനായ യെശയ്യാവ് അന്ധകാരത്താൽ പിടിക്കപ്പെട്ട ഒരു ജനതയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന പ്രവചന സന്ദേശത്തിലെ ഒരു വാക്യമാണ് അല്പനേരത്തെ ധ്യാനത്തിനായി വായിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് ഗൃഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് കയ്യാട്ടി വിളിക്കുക, ഇപ്പോൾ പോകുന്ന മേഖലയിൽ നിന്ന് എൻ്റെ കൂടെ നിറങ്ങി വാ, ആ വെളിച്ചത്തിൽ നമുക്കൊന്ന് നടക്കാം. സ്തോത്രം. ആ സന്ദേശം അല്പം മിനിറ്റുകൾ കൊണ്ട് വിവരിക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ദൈവം മൃഗങ്ങളെ ഒന്നും ദൈവം സൃഷ്ടിച്ച പോലല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. വ്യത്യസ്തമായ അളവിൽ വ്യത്യസ്ത നിലവാരത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ബൈബിളിൻ്റെ ഭാഷ, ദൈവം തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇച്ചിരൂടെ കയറി പറഞ്ഞാൽ ഭയങ്കരവും അതിശയകരമായി ദൈവം നമ്മളെ സൃഷ്ടിച്ചു. എന്തിനാ സൃഷ്ടിച്ചെന്നറിയാമോ? ദൈവം സൃഷ്ടിച്ചതിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ് മനുഷ്യർ. അതുകൊണ്ട് മനുഷ്യരെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തിരിക്കുന്ന ആളെ നോക്കി ചോറ, എന്നെ യേശുവിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറ. നാട്ടുകാർക്ക് പലരും നിന്നെ ഇഷ്ടമല്ലെങ്കിലും യേശുവിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടുകാരെ പലരും ഇഷ്ടമാണെന്ന് നീ പറയുമ്പോൾ അവരെയൊന്നും യേശുവിന് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ നിന്നെ ഇഷ്ടപ്പെട്ടു. നല്ലൊരാമയും പറഞ്ഞാട്ട് ദൈവത്തിന് സ്തോത്രം. കർത്താവിന് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവ് അയാളെ ഏതൊക്കെ ലെവൽ ഉപയോഗിക്കാമോ ആ ലെവലിലൊക്കെ ഉപയോഗിക്കുന്നവനാണ് കർത്താവ്. നമ്മൾ വചന വെളിപ്പാടിലോട്ട് വരാം. ഇന്ന് എനിക്കറിയാം കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യനൊരു കുഴപ്പമുണ്ട്. മനുഷ്യന് തെറ്റിപ്പോകുന്ന ഒരു ശരീരഘടനയാണ് ദൈവം മനുഷ്യന് കൊടുത്തേക്കുന്നത്. ഈ ഭൂമി ഭയങ്കര പൈശാചിക ആസക്തിയുള്ള ഭൂമിയാണ്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നുവെന്ന യെശയ്യാ പ്രവചിക്കുന്ന ഭാഗമുണ്ട്. ഈ പ്രവചനത്തിൽ അന്ധകാരം ഭൂമിയെ മൂടുന്നു, കൂരിരുട്ട് ജാതികളെ മൂടുന്നു. ദൈവത്തിന് സ്തോത്രം. അന്നേരം ആ ഇരുട്ടിനകത്ത് നീ ഒളിയാനല്ല ദൂത്, നീ എഴുന്നേറ്റ് പ്രകാശിക്കണം. നിൻ്റെ പ്രകാശത്തിലേക്ക് ജാതികൾ വരും. സ്തോത്രം. ഞാൻ ഈ സന്ദേശത്തിലേക്ക് വരിക. എനിക്കിന്ന് പറയാനുള്ള ദൂത്, ചില വീടുകളെ മൂടിക്കിടക്കുന്ന ഇരുള്, വ്യക്തികളെ മൂടിക്കിടക്കുന്ന ഇരുള്, അതിനകത്തു നിന്ന് നിൻ്റെ കുടുംബത്തിനൊരു മോചനം തരിക ദൈവം. സ്തോത്രം, സ്തോത്രം. ഞാൻ എന്താണെന്ന് ആ ദൂതിലോട്ട് നിങ്ങളുടെ മനസ്സുകളെ ഒന്ന് കൊണ്ടുപോകാം. ചില വ്യക്തികളുടെ ലൈഫിനെ കയറി പിടിച്ചേക്കുന്ന ഇരുട്ട്, അന്ധകാരം ഇന്ന് മുറിഞ്ഞു മാറാൻ വേണ്ടിയാണ് ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നത്. ഞാൻ ആ ദൂതിനെ ഒന്ന് വിവരിച്ചുകൊണ്ട് വരിക. അപ്പം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനൊത്ത പോലെ ജീവിക്കാനല്ല, മനുഷ്യൻ ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം ജീവിക്കണം. ഈ ഭൂമി ജീവിക്കാൻ എളുപ്പമാണ്, പക്ഷെ ദൈവേഷ്ടപ്രകാരം ജീവിക്കാൻ ഭയങ്കര പാടാണ്. സ്തോത്രം. ഒത്ത പോലെ ജീവിക്കാൻ ഒരു പ്രയാസവും, എൻ്റെ ബ്രദറെ അടിപൊളിയാന്ന് പറയാം, പക്ഷേ നല്ല ജീവിതം നയിക്കാൻ വലിയ പ്രയാസമാണ്. അതിൻ്റെ കാരണം നമ്മുടെ ശരീരം താഴ്ചയുള്ള ശരീരമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതെപ്പോഴും പാപത്തിൻ്റെ ആസക്തി ഇതിന് ഭയങ്കരമാണ്. ഈ ദൈവത്തിൻ്റെ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് അവർ പാപം ചെയ്യാനായിട്ട് തുടങ്ങി. പാപമെന്ന് പറഞ്ഞാൽ സ്തോത്രം, കർത്താവ് പറയാതെങ്കിൽ ലിമിറ്റ് വിട്ടുപോയി. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനെയും അറിഞ്ഞ് എൻ്റെ ജനമോ എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും എന്നെ അറിയുന്നില്ല. അവർ പറയുന്നേ സ്തോത്രം, സ്തോത്രം, ഇത് ദൈവം സൃഷ്ടിച്ചുകൊണ്ടാണോ? ദൈവം ഞങ്ങളെ സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, സ്തോത്രം, ദൈവം എല്ലാം ഉണ്ടാക്കിയപ്പോൾ എന്തിനാ സാത്താനെ ഉണ്ടാക്കിയെന്ന്? കണ്ടോ, മിണ്ടുന്നില്ല. സാത്താനില്ലായിരുന്നു എന്തുമാത്രം സ്വസ്ഥതയുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കുരുക്ക് ചോദ്യങ്ങളാണ് മൊത്തം. പിന്നെ ഞാൻ ഒത്തിരി സംസാരിച്ചില്ല, അത് മൊത്തം കുരുക്കാന്ന് മനസ്സിലായി. അപ്പം നിങ്ങളിന്ന് മനസ്സിലാക്കേണ്ട ഒരു സന്ദേശം ഇവിടെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ഭൂമിയിൽ ദൈവത്തിന് സ്തോത്രം ഇരുട്ടിങ്ങനെ മൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ മനുഷ്യൻ്റെ ശരീരം പാപങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുക. കൃപയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്, ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. സ്തോത്രം. എല്ലാ സുഖസൗകര്യങ്ങളും ഭൂമി തന്നേച്ച് വചനപ്രകാരം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുന്നവരുടെ എണ്ണം കുറവാണ്. പക്ഷെ അങ്ങനെ ജീവിക്കുന്നവരെ ചേർക്കാനാണ് എൻ്റെ കർത്താവ് വരുന്നത്. അപ്പോൾ ഇവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഈ 1-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവർ ദൈവത്തോട് മത്സരിക്കാൻ തുടങ്ങി.
കേട്ടോ, ഇവരെ സ്നേഹിച്ച് ഇവർക്ക് രക്ഷ കൊടുത്ത, ഇവരെ വിളിച്ചടിപ്പിച്ച ദൈവത്തോട് ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? മത്സരിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒന്ന് രണ്ട് ചെറിയ വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. 3-ാം വാക്യം, കാള തന്റെ ഉടയവനെയും, യെശയ്യാ 1:3, കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രയേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. ഈ എൻ്റെ ജനത്തിന് ഇപ്പോൾ ഒരു വെളിവുമില്ല, ബോധവുമില്ല. കണ്ടോ, അവർ ദൈവത്തെ മറന്നങ്ങ് ജീവിക്കുക. 5-ാമത്തെ വാക്യം, ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്? കർത്താവരുടെ അടിച്ചിട്ടും കാര്യമില്ല, അടിക്കുന്നതും ഇവന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ അധികം പിന്മാറുകയേ ഉള്ളൂ. ഇപ്പൊ മൊത്തത്തിൽ പിന്മാറ്റമാ, പിന്നെ കുറച്ചുകൂടെ പിന്മാറുകയേ ഉള്ളൂ. പിന്നെ തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. മൊത്തം അസുഖമാ, തല മുഴുവൻ ദീനം, ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല. അവയെ എന്ത് ചെയ്തിട്ടില്ല? ഞെക്കി കഴുകിയിട്ടില്ല. ഈ നമ്മളെ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഈ കൊച്ചുകുട്ടികളെ അയക്കുമ്പോൾ ഈ നമ്മുടെ കാലയിലൊക്കെ ചൊറിയൊക്കെ വരുമായിരുന്നു. വന്നിട്ടില്ലയോ? നിങ്ങൾ കേരളത്തിൽ തന്നെയല്ലേ ജനിച്ചത്? ഈ കാലേ മുട്ടയിലൊക്കെ ഇങ്ങനെ ചൊറിയൊക്കെ പെൺകുട്ടികളൊക്കെ, സ്ത്രീകൾക്ക് അത്രയും വരും, പുരുഷന്മാർക്ക് വരും. ചൊറി വന്നിട്ടില്ലയോ? പിന്നെ അങ്ങനെ ചൊറിയൊക്കെ വന്നിട്ട് രാത്രി കിടന്ന് അമ്മയെ വീങ്ങുന്നു എന്ന് പറയുമ്പോൾ അമ്മ പറയും, നേരം വെളുക്കട്ട് പണി ഉണ്ടാക്കാം. രാവിലെ കൊണ്ട് നമ്മളെ നനയല്ലോട്ട് ഇരുത്തിയച്ച് അമ്മയെ അങ്ങ് കെട്ടിപ്പിടിച്ചോളാൻ പറയും. കൊച്ചു കുഞ്ഞല്ലേ, അമ്മ ഇവൻ കയറി കെട്ടി അങ്ങ് പിടിക്കുമ്പോൾ സ്തോത്രം, അമ്മ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആ മുട്ടയിലോട്ട് ആ പഴുത്ത് നിൽക്കുന്ന ചൊറിക്ക് ഒരു ഒറ്റ ഞെക്കും. അന്നേരം ഒരു ബഹളമുണ്ട് അവിടെ കിടന്ന്. ഞെക്കുമ്പം ഇങ്ങനെ പഴുപ്പങ്ങ് തെറിച്ചു പോവും. 5 മിനിറ്റ് കഴിയുമ്പോൾ അവൻ പറയും, അമ്മേ ഞെക്കിയത് ഗുണമായി, ആ വിങ്ങലല്ല ഇന്ന് ചൊവ്വേ ഞെക്കിയേച്ചേ വിടൂ. ഇന്നത്തെ സെഷൻ അങ്ങനെ, ഇന്ന് നിൻ്റെ അകത്ത് കിടക്കുന്ന ആ പഴുപ്പെല്ലാം ഇന്ന് ഞെക്കി ഇറക്കണം വെളിയിൽ ഈ ആരാധനയ്ക്ക് നടി. കാരണം നിന്നെ സുഖപ്പെടുത്താൻ ആഗ്രഹമുണ്ട് ദൈവത്തിന്. ഈ ചിലരെ ചൊവ്വേ ഞെക്കാൻ പറ്റത്തില്ല, ഞെക്കിയാൽ അവർ സഭയിൽ നിന്ന് പോയി അടുത്ത സഭയിൽ പോവും. അങ്ങനെ ഞെക്കുമ്പം പോകുന്നവരങ്ങ് പോട്ടെന്നാണ് ഞാൻ പറയുന്നത്. ചൊവ്വ ഞെക്കി വെച്ച് സുഖപ്പെടുത്തുന്ന ഉണ്ടാകുന്ന ഒരു സുഖം, അതൊരു നല്ല സുഖം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ വചനത്തിനൊക്കെ പ്രസംഗിക്കാൻ കഴിയുന്നാൽ ഒന്നാന്തരമായിട്ട് ഞെക്കും. ചിലരൊക്കെ ഇരുന്ന് ഞെളിവിരി കൊള്ളുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ വീട്ടിലെ കഥ പറയുമല്ല, നിനക്ക് രക്ഷപ്പെടാനുള്ള കഥ പറയുക. ഒരാമയും വരുന്നില്ല. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ പറഞ്ഞു, എന്ത് ചെയ്തിട്ടില്ല? ഞെക്കി കഴുകിയിട്ടില്ല, എണ്ണ പുരട്ടി എന്ത് ചെയ്തിട്ടില്ല? കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ അതെല്ലാം കഴിയാം. 15-ാമത്തെ വാക്യത്തിൽ വായിച്ചേ, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. കർത്താവ് പറയാം, നീ ഗ്ലോറി എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ കർത്താവ് പറയും, ഞാൻ കണ്ണടച്ച എൻ്റെ പണിക്ക് പോകും. കാരണം നിന്നെ ഇടപെടാൻ കൊള്ളുകയില്ല. അതുപോലെ ഈ ജനം എന്ത് ചെയ്തു? ദൈവത്തിൽ നിന്ന് അകന്നു പോയി. സ്തോത്രം. ഈ കർത്താവായ യേശു ഒരിക്കൽ പറഞ്ഞു, ഈ ജനം സ്തോത്രം അധരം കൊണ്ട് എന്നെ ബഹുമാനിച്ചു ഹൃദയം കൊണ്ട് എന്നെ വിട്ട്, അടുത്തിരിക്കുന്നാലോട് ഹൃദയം ഇവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെ ചോദിര്. കർത്താവുമായിട്ടുള്ള ബന്ധം എന്തോ ബന്ധമാ? ഹൃദയബന്ധമാ. മനസ്സിലായാലോ? സ്തോത്രം ചെയ്യാവൂ. മനസ്സിലായോ? സ്തോത്രം. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലയോ, ഈ കൊച്ചു പിള്ളേരെ കളിപ്പിക്കാനായിട്ട് ഇങ്ങനെ ട്രം സെറ്റ്, ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ ഇങ്ങനെ 2 ട്രമ്മിൻ്റെ സ്റ്റിക്കും കൊടുത്തിട്ട് ഇങ്ങനെ നിർത്തും. ബാക്കിൽ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വെച്ചേക്കുക. സ്ക്രൂ ചെയ്ത് വെച്ച് ആ സ്ക്രൂ ഇത് ടൈറ്റാക്കി വെച്ച് വിട്ട് കഴിഞ്ഞാൽ നിന്നിങ്ങനെ അടിക്കും. അത് പിള്ളേരത് കാണുമ്പോൾ ഭയങ്കര എന്ന് പറഞ്ഞ പോലെ യോഗത്തിന് വരുമ്പം സ്ക്രൂ ചെയ്ത് അടുപ്പിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. ശ്രദ്ധിക്കണം, ഇത് ഹൃദയബന്ധമാണ്. വചനം കേൾക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിക്കറിയും, ചിലപ്പോൾ കൈയടിച്ച് ആത്മാവിലാകും. അത് കാര്യമെന്താ? നിന്നോട് ഇടപെടുന്നത് വ്യക്തിബന്ധമല്ല, പരിശുദ്ധാത്മാവാ. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവോ? എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ദൂത്, വചനം കേൾക്കുമ്പം നിനക്ക് കുറ്റബോധം വരുന്നെങ്കിൽ, പാപബോധം വരുന്നെങ്കിൽ, നിനക്ക് അഭിഷേകം വരുന്നെങ്കിൽ, നിനക്ക് കൃപ ജ്വലിക്കുന്നെങ്കിൽ ഓർത്തോണം, എന്തോ കാര്യം നിന്നെ നടക്കാൻ പോവുക.